ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ ഒരു ചെറിയൊരു വിശേഷങ്ങളിലായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പിന്നെ നല്ലൊരു റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഞാനിപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ രാത്രിക്ക് എടുക്കുന്ന വീഡിയോ കുറേ ദിവസമായില്ലേ വീഡിയോയിലിട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ വിൻ്ററെല്ലാം സ്റ്റാർട്ടായോണ്ടില്ലേ, ആ തണുപ്പും എല്ലാം ആകുമ്പോൾ ശരിക്കും ഒരു മടിയാണ്. ഇപ്പോൾ വീഡിയോസെല്ലാം എടുക്കണമെന്ന് തോന്നും, എല്ലാ ദിവസവും വിചാരിക്കുന്നു എന്തായാലും വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ എന്തായാലും കയ്യിലില്ല കേട്ടോ. മടി തന്നെ ഏറ്റവും മെയിൻ കാരണം. ഇപ്പോൾ ഇതാ ഡിന്നർ ഉണ്ടാക്കാൻ പോകുന്ന ഡിന്നറിന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ ഇതാ മുട്ടയെല്ലാം എടുത്തൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നതാണ്. രാത്രിക്ക് എന്തെങ്കിലും ഫുഡ് അധികവും സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ടുണ്ടെങ്കിലും രാത്രി ഇങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലേറ്റായിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഡിന്നറിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കല. അങ്ങനെ ഓരോ ദിവസം ഓരോന്നായിരിക്കും കഴിക്കുന്നത്. അധികവും ഞാൻ ഉണ്ടാക്കൽ ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ആയി നൈറ്റ് ഉണ്ടാക്കൽ. വേറെ ഒന്നും രാത്രിക്ക് തിന്നാൻ രസം ഉണ്ടാകുന്നില്ലല്ലോ. പിന്നെ അപ്പമായിട്ട് ഒന്നെങ്കിൽ ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇടയ്ക്കെല്ലാം പൊറോട്ട, ഈ ചപ്പാത്തി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കും. ഇന്നിപ്പോൾ അതാ മുട്ട റോസ്റ്റും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ ഇതാ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാവില്ലേ, നല്ല നല്ല കാണാൻ നല്ല രസമുള്ള ഒരു പച്ച മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഇങ്ങനത്തെ മാങ്ങയൊന്നും കിട്ടലില്ല. അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള പച്ച മാങ്ങ ഉണ്ടാകുന്നില്ലേ, അത് കാണുമ്പോൾ ശരിക്കും പഴുത്ത ആ ഒരു ലുക്കാണ്. പക്ഷെ നല്ല പച്ച ഉണ്ടായത്. ഇന്നലെ ഒന്ന് മുറിച്ച് കഴിച്ച് നോക്കുമ്പോൾ നല്ല പുളി ഉണ്ടായിന്. അപ്പോൾ വിചാരിച്ച് ഇതൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന്. ഉപ്പിലിട്ടിട്ട് കഴിക്കുന്നില്ല നമ്മളിപ്പോൾ നെല്ലിക്കും ക്യാരറ്റ് മാങ്ങ അങ്ങനെയെല്ലാം ഇട്ട് വെക്കുന്നില്ല നോർമലായിട്ട്. അങ്ങനെ ഉപ്പിലിട്ട് വെക്കാച്ച് നല്ല പുളിയായിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത് ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു മൂപ്പായിട്ട് ഒരു ചെറിയൊരു യെല്ലോ കളറായിട്ടുള്ളൊരു മാങ്ങയില്ലേ, ആ ടൈപ്പാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷേ റൂമിൽ കൊണ്ടുവന്നിട്ട് മുറിച്ച് നോക്കും പറഞ്ഞ് നല്ല പച്ച മാങ്ങയാണ്. നമ്മൾ നാട്ടിൽ നിന്നെല്ലാം മരത്തിൽ നിന്നെല്ലാം പറിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റും തന്നെയാണ്. അപ്പോൾ വിചാരിച്ചൊന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന്. അച്ചാറെല്ലാം ഇടണമെന്നുണ്ടായിന്, പക്ഷേ ഞങ്ങൾക്ക് അച്ചാറിടാൻ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന്. എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ ഉപ്പിലിട്ട് കഴിക്കുന്നതിന്. എന്നാലും കഴിക്കും, ഇങ്ങനെ ഓവറായിട്ട് അതിനോട് വലിയ ക്രേസിനെസ് ഒന്നുമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനും ഐശുവിനും കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പുളിയുള്ള സംഭവമല്ലോ. ഇങ്ങനെ ഉപ്പിലിട്ടതായാലും പിന്നെ ചെറുപുളിയെല്ലാം ഉണ്ടാകുന്നില്ലേ, സാധാരണ ചെറുനാരങ്ങ, അതെല്ലാം എടുത്ത് കഴിക്കും രണ്ടാളും. ഹെസിലായാലും ഐഷു ആയാലും രണ്ടാളും അതെല്ലാം കഴിക്കും. അവർക്ക് ഇങ്ങനത്തെ പുളിയുള്ള ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന്. കുറേ ആയി ഇങ്ങനെ നാട്ടിൽ നിന്നെല്ലാം കഴിക്കുന്നല്ലാതെ ഇവിടെ എന്നാലും ഇങ്ങനെ ഉപ്പിലിട്ടൊന്നും കഴിക്കലില്ലല്ലോ. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മാങ്ങയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കേടിൻ്റെ ഒരു കണ്ടെയ്നർ ഉണ്ടായിന്, അതിലേക്ക് ഇട്ടിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപ്പിലിടുന്നത് നോർമലായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനീഗറില്ലേ അതും പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട്. കൂടുതൽ എരിവാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ 2 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ഇത് പിറ്റേ ദിവസം കഴിക്കാനായിരിക്കും കേട്ടോ ടേസ്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുമ്പോൾ അതിൽ ആ ഉപ്പൊന്നും പിടിച്ചിട്ടുണ്ടാകുന്നില്ല അല്ലേ. 2 ദിവസം കഴിഞ്ഞാലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാനെല്ലാം
നല്ല രസമല്ലേ ഇങ്ങനെ ഉപ്പിലിട്ടെല്ലാം കഴിക്കുമ്പോൾ. ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്യുന്ന ടൈമിലില്ല, എൻ്റെ ബാക്കിൽ തന്നെ രണ്ടാളുണ്ടായിനി. അവർ കട്ട് ചെയ്തിട്ട് കഴിയാൻ വേണ്ടിയിട്ട് കാത്തുനിന്നാ, ബാക്കിയുള്ളത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാളും കുറേ ടൈം വെയിറ്റ് ചെയ്ത് നിന്ന്. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് ഉപ്പിലിടുന്നത്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരിയില്ലാന്ന്. പിന്നെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിന് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. അവർക്കെല്ലാം ഇങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമായി, പുളിയുള്ള ഐറ്റംസ് എല്ലാം. അങ്ങനെ ഇപ്പോൾ ഇതാ ബാക്കി ഉണ്ടായെന്ന് ഞാൻ ചെറിയ കഷ്ണം കട്ടാക്കി കൊടുക്കുന്നതാ. Thank you, Ma. Welcome. Thank you. അങ്ങനെ ഇങ്ങനെയെല്ലാം അവർക്ക് ഇഷ്ടമുള്ള സംഭവം എന്തെങ്കിലും കൊടുത്താൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഹെസിലി അങ്ങനെ നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലേ ഫസ്റ്റ് താങ്ക് യു എന്ന് പറയും. ഇങ്ങനെ ഇത് എന്ത് സാധനം അവൾക്ക് ഇഷ്ടമുള്ള കൊടുത്താൽ അവൾ അങ്ങനെ ഫസ്റ്റ് പറയൽ താങ്ക് യു എന്ന് പറയും. ഇപ്പോൾ ഇതാ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നതാണ് കേട്ടോ. സവാള എല്ലാം ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ എപ്പോഴും സവാള വാങ്ങിയെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവൽ. ഈ മുളച്ചിട്ട് അതിൻ്റെ ആ സ്പ്രിംഗ് ഒനിയൻ്റെ സംഭവം വരുന്നില്ലേ, അങ്ങനത്തെ ടൈപ്പാണ് ഇപ്പോൾ എല്ലാം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലത്തെ എല്ലാം വേസ്റ്റായിട്ട് പോകുന്നു. ഇങ്ങനെ കുറേ അധികവും ഇങ്ങനെ മുളച്ചിട്ടാണ് ഉണ്ടാവൽ. ഞാൻ കുറച്ചെല്ലാം വെള്ളത്തിലിട്ടിട്ട് വെക്കും, നമുക്ക് സ്പ്രിംഗ് ഒനിയനും കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ സ്പ്രിംഗ് ഒനിയൻ യൂസ് ആക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മുളച്ചതുണ്ടെങ്കിലല്ലേ ഞാനൊരു കപ്പിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടെല്ലാം വെക്കും. അപ്പോൾ നല്ല പോലെ മുളച്ച് വരലുണ്ട്, നല്ല ഹൈറ്റിൽ തന്നെ നല്ല ചെടിയായിട്ട് കിട്ടലുണ്ട്. ഞാനത് സ്പ്രിംഗ് ഒനിയന് പിന്നെ വേറെ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ യൂസ് ആക്കലാണ്. പിന്നെ മുട്ട റോസ്റ്റിന് കോമ്പിനേഷനായിട്ട് ചപ്പാത്തിയോ പൂരിയോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. ഞാനിപ്പോൾ ഇതാ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അധികവും യൂസ് ചെയ്യൽ ഈ നാഷ്ടൻ്റെ ഈ ചപ്പാത്തിയാണ് കേട്ടോ, റെഡിമെയ്ഡ് ആയിട്ടുള്ള. ഇത് നല്ല സോഫ്റ്റും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ആ ചപ്പാത്തിക്ക്. ഞാൻ അധികവും വാങ്ങൽ ഈ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഇതാ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നോർമലായിട്ട് ഇങ്ങനെ വലിയ കുറേ മസാലയൊന്നും ഇട്ടിട്ട് ഉണ്ടാക്കുന്നതല്ല, നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ടൈപ്പുള്ള മുട്ട റോസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നീളത്തിൽ കട്ട് ചെയ്ത 2-3 സവാളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി സവാളയിലൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളിയില്ലേ നല്ല പോലെ ഒന്ന് വാടിയിട്ട് കളറ് മാറിയിട്ടൊന്നും വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വരുന്നില്ല, ഒരു പിങ്ക് കളറായിട്ട് അങ്ങനെ ആയാൽ മതി. ഇനി
ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് ചതച്ചിട്ട് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ പേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്ന. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എൻ്റെ യൂട്യൂബിൻ്റെ അവസ്ഥ ഇപ്പോൾ ഒന്നും പറയാത്ത ഒരവസ്ഥയായിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് 1 ഇയർ ആവാനായി. കഴിഞ്ഞ വർഷം ഡിസംബർ 21 എന്താ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റായിട്ട്. ഇപ്പോൾ 1 ഇയർ ആവാനായി. ഞാനിപ്പോൾ 2 ദിവസം മുമ്പില്ലേ ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ടാകുന്നില്ലേ, യൂട്യൂബ് ഈ വീഡിയോസിൽ എടുക്കുന്നവർക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് യൂട്യൂബിൻ്റെ തന്നെ. അത് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ വാച്ച് അവർ ഇത് ശരിക്കും മിഞ്ഞാന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ 2 ദിവസം മുമ്പ് അത് തുറന്ന് നോക്കുമ്പോൾ ഇല്ലേ അതിൽ അപ്ലൈ നോ എന്ന് കണ്ട്. നമ്മൾ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നില്ലേ, അങ്ങനെ കണ്ടിട്ടില്ലേ ഞാൻ അപ്ലൈയെല്ലാം ആക്കി എല്ലാം ചെയ്ത് ആ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇൻ പ്രോസസ്സിങ് കാണിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമെല്ലാം കഴിഞ്ഞ്. അതിപ്പോൾ സക്സസ് ആവോ അല്ല മോണിറ്റൈസേഷൻ ആവോ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ അതാവുന്നുള്ളൊരു വിശ്വാസത്തിലാക്കുന്നുള്ളത്. അതിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ ഇപ്പോൾ. കാരണം നമ്മളിതെല്ലാം ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതല്ലേ. എല്ലാവർക്കും യൂട്യൂബ് തുടങ്ങുമ്പോൾ ഉള്ള ആഗ്രഹം തന്നെയല്ലേ മോണിറ്റൈസേഷൻ ആവണം എന്ന്. അതേപോലെയുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ ഞാനും ഇരുന്നിട്ടുണ്ടായത്. ഇപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത് അറിയില്ല. ഇപ്പോൾ അതിലെഴുതിയിട്ടുണ്ടായിന് താഴെ 2 to 3 വീക്സ് വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്താണെന്നറിയില്ല. നമുക്ക് മോണിറ്റൈസേഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതാ പറഞ്ഞ് ഇവിടെ എല്ലാം എത്തിയല്ലേ. ഇപ്പോൾ ഇതാ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഇങ്ങനെ ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയില്ലേ അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരഞ്ഞെടുത്തതിന് ശേഷം ഈ സവാളയിലേക്ക് ആ പുഴുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക. ഈ മുട്ടയിലൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. ഈ റോസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാനിപ്പോൾ 2 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് മസാലയായിട്ട് പൊടികളായിട്ടില്ലേ നോർമലായിട്ട് ഉള്ള മസാലയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവറായിട്ടുള്ള മസാലയിലും മുട്ടയിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ. എല്ലാം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് എമൗണ്ടിൽ മാത്രമേ ഞാൻ ഇപ്പോൾ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്രേവി ടൈപ്പിൽ വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഡ്രൈ ആയിട്ട് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് അതിന് കുറച്ചൊന്ന് ഗ്രേവി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളം തിളച്ചൊന്ന് കുറുകി വരുന്നവരെ അടിച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ നല്ല സിമ്പിളായിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്താൽ. ഞാൻ മാക്സിമം എന്ത് കറിയിലായാലും ഇല്ലേ ഈ മല്ലിയില ആഡ് ചെയ്യും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് മല്ലിയിലൻ്റെ ഈ ഫ്ലേവർ. ഇടയ്ക്കെല്ലാം മീൻ കറി വെക്കുമ്പോൾ ആയാലും ഈ മല്ലിയിലെല്ലാം ഞാൻ യൂസ് ചെയ്യലുണ്ട്. ഇതിട്ടാലൊരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ കറിയെല്ലാം. നിങ്ങൾ ഇങ്ങനെ എല്ലാ കറി ഉണ്ടാക്കുമ്പോൾ മല്ലിയില യൂസ് ചെയ്ത് നോക്ക്. കറിക്ക് തന്നെ വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതാ മുട്ട റോസ്റ്റെല്ലാം റെഡി ആയതിന് ശേഷം
ഞാനിപ്പോൾ ചപ്പാത്തി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. റെഡിമെയ്ഡ് ചപ്പാത്തി ആയതുകൊണ്ട് പിന്നെ കുറേ പണിയൊന്നുമില്ല. ശരിക്കും എനിക്ക് ചപ്പാത്തി ഇടുന്നത് ഇഷ്ടമില്ല കേട്ടോ. പൂരി ഇടും, പക്ഷെ ചപ്പാത്തി എനിക്ക് ഈ റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടൂല, എന്തെല്ലോ ഷേപ്പായിട്ട് മാറില്ല. ചപ്പാത്തിൻ്റെ ആ കറക്റ്റ് ഒരു ഷേപ്പ് ഉണ്ടാകുന്നില്ലേ, അത് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും കിട്ടലില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അധികവും ഇങ്ങനെ റെഡിമെയ്ഡ് തന്നെ വാങ്ങിയിട്ട് ഉണ്ടാക്കലാണ്. പിന്നെ പൂരിയെല്ലാം ഇടയ്ക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ചപ്പാത്തി വലിയ താല്പര്യം എല്ലാവർക്കും ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയിട്ട് കഴിക്കലാണ്. ഇനിയിപ്പോൾ ഇതാ രണ്ടാളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുത്തിയതാണ് കേട്ടോ. ഇങ്ങനെ വീഡിയോ ഓണാക്കിയിട്ട് കാണുമ്പോൾ അവർക്ക് മനസ്സിലായി വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോ സംഭവം വീഡിയോ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ അധികം ഫുഡ് ഇത് ഐഷു ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിക്കൽ, പക്ഷേ എസിലിക്ക് അവൾ കഴിക്കുന്നുണ്ടിട്ട് അതുപോലെ കഴിക്കണം എന്ന് പറയും. അധികം വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ. ഇപ്പോൾ അതാ വീഡിയോ എടുക്കുന്നതുകൊണ്ട് രണ്ടാളും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഹസ്ബൻഡിനോട് അവൾ പറയുന്നത് ഞാൻ മുട്ട തിന്നുന്നത്. അവൾക്ക് ഈ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മുട്ട ഞാൻ നോർമലായിട്ട് ഡെയിലി പുഴുങ്ങിയിട്ട് കൊടുക്കലുണ്ട്. ഇപ്പോൾ ഇതാ കറിയിൽ മിക്സാക്കി കൊടുത്തോണ്ടില്ലേ, ഞാനിപ്പോൾ വാരി കൊടുക്കുമ്പോൾ തിന്നുന്നേ ഉണ്ടായിട്ടാണ്, ഞാൻ തന്നെ തിന്നുന്ന എന്നോട് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് ആ മുട്ട മാത്രം കഴിച്ചിട്ടില്ലേ, ചപ്പാത്തിയും എല്ലാം ബാക്കി വെച്ചിട്ട് പോവില്ല. ഇങ്ങനെ വാരി കൊടുത്താലേ ഫുള്ളായിട്ട് കഴിക്കത്തുള്ളൂ. അവൾക്ക് ഇഷ്ടമുള്ള സംഭവം മാത്രം കഴിച്ചിട്ട് പിന്നെ എല്ലാം ബാക്കിയാക്കി പോവും. രണ്ടാളവസ്ഥ തന്നെയാണ് കേട്ടോ. രണ്ടാളും മുട്ട മാത്രം തിന്നിട്ട് പിന്നെ ആ ചപ്പാത്തിയൊന്നും കഴിക്കൂല, അത് ഇങ്ങനെ അവിടെ വിട്ട് പോവും. ഞാൻ അധികവും വാരി കൊടുക്കലാന്നിട്ട്. ഇനിയിപ്പോൾ ഇതാ രാത്രിക്ക് ഒരു 3 മണിയാകുമ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് പുറത്ത് പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ വിൻ്ററിലായതുകൊണ്ട് പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച്. കുട്ടികളെല്ലാം ഉറക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നിട്ടുള്ളത്. കാരണം ഇപ്പോൾ റൂമിൽ എൻ്റെ കസിൻ ഉണ്ട്, അതുകൊണ്ട് ധൈര്യത്തിൽ അവരെ ഉറക്കിയിട്ട് വന്നതാണ്. അവനുണ്ടായതുകൊണ്ട് നോക്കുമല്ലോ വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇതാ രാത്രിക്ക് ഇത് ജസ്റ്റ് ഒന്ന് വിൻ്ററിൽ തണുപ്പുള്ളതെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നടക്കാറിറങ്ങിയതാണ്. പിന്നെ ഇവിടെ ഷോപ്പിൽ നിന്ന് അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി അവിൽ മിൽക്ക് കുടിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇത് അവിൽ മിൽക്ക് വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് അധികവും പുറത്ത് പോകാൻ കിട്ടലില്ല. രണ്ടാളും എന്തായാലും ഉണ്ടാകും കുട്ടികളെല്ലാം. ഇങ്ങനെ ഇപ്പോൾ ഇതാ ഇവർ ഒറ്റക്കാക്കി വന്നിട്ടില്ലേ, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞ പാടെല്ലാം ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പുറത്തെല്ലാം പോകുന്നെല്ലാം ഉണ്ടായിട്ടേ ആ ഒരു ഫീൽ ഉണ്ടായിട്ടാ. നമ്മൾ കുറേ ആയി ഇങ്ങനെ പുറത്തെല്ലാം ഒറ്റയ്ക്കെല്ലാം പോയിട്ട്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം പിന്നെ ഇത്രയെല്ലാം കേട്ടോ, കൂടുതലായിട്ടൊന്നുമില്ല. ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.